നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുശീലയും മക്കളെയും ഭാനുവമ്മ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ അവരുടെ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നല്ല ചായയായിരുന്നു ഭാനുവമ്മേ, താങ്ക്സ്. ഒരു ചായക്ക് എന്ത് നന്ദി പറയാനാ മോനെ. രവി ആണുങ്ങളെ പോലെ ഇറങ്ങി വന്ന് സംസാരിക്കാൻ തയ്യാറായത് കണ്ടിട്ടാ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ഒരു ചായ ഇട്ടുകൊണ്ട് വന്നത്. ആ എങ്കിൽ ഭാനുവമ്മ ഇനിയും എനിക്ക് ചായ ഇട്ട് തരേണ്ടി വരും. ആ ഇറങ്ങിത്തിരിക്കാനേ താമസമുള്ളൂ ഭാനുവമ്മേ. പുറപ്പെട്ട് കഴിഞ്ഞാ ലക്ഷ്യം കണ്ടേ നിൽക്കൂ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ ഭാനുവമ്മേ. ശരി മോനെ. ഞാൻ പോയിട്ട് വരാം. ശരി. ശരി എന്നാലേ. അവനും അവന്റെ പിള്ളേര് ഈ ടൗണിൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞേ. എപ്പോ വിളിച്ചാലും അവന്മാര് റെഡിയാ. ഒരു കൊട്ടേഷൻ എടുത്താലേ ജീവൻ കളഞ്ഞാലും അത് നടത്തി കാണിക്കുന്നവരാണെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ കൊട്ടേഷൻ എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് വേണ്ടേ അവനോട് പറയാൻ. ഇപ്പൊ നമ്മൾ അവനോട് സൂചന കൊടുത്തിട്ടില്ലേ, അത് മതി. 2 ലക്ഷം രൂപയ്ക്കുള്ള കൊട്ടേഷനെ കുറിച്ച് 2 ദിവസം അവനൊന്ന് സ്വപ്നം കണ്ട് നടക്കട്ടെ. അതിനുള്ളിലേ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു നമുക്ക് നോക്കാം. അത്യാവശ്യം വരികയാണെങ്കിൽ മാത്രം അവനെ വിളിച്ചാ പോരെ. അല്ല, എപ്പോ വിളിച്ചാലും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടോളാന്നല്ലേ അവൻ പറഞ്ഞേ. ഓ അതെ അതെ. പക്ഷേ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അവനെ നിരാശപ്പെടുത്തുന്ന അപകട. 2 ദിവസം കഴിയുമ്പോഴേ അവൻ എന്നെ തിരക്ക് വീട്ടിൽ വരും. ആന്റി, നമുക്ക് എന്തായാലും അവരെ ആവശ്യം വരും. ആദ്യം കുറച്ച് ഡീറ്റെയിൽസ് പല കാര്യങ്ങളിലും നമുക്ക് എടുക്കാനുണ്ട്. എന്നിട്ടേ ഏത് രീതിയിൽ നീങ്ങണമെന്ന തീരുമാനത്തിലെത്താൻ പറ്റൂ. അനുപമയുടെ വീടിന്റെ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണെന്ന് ആന്റി കൃത്യമായി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഏറ്റവും അടുത്ത ദിവസത്തിൽ തന്നെ നടക്കും വർഷേ. ഭാര്യയുടെ പേരിൽ കിട്ടിയ കാശേ അനന്തമാഷിന്റെ അക്കൗണ്ടിൽ കിടക്കല്ലേ. അത് എടുത്തുകൊണ്ട് വന്ന് പ്രമാണം രജിസ്റ്റർ ചെയ്യാൻ വല്ല പാടുണ്ടോ? അങ്ങനെ ഒരു ഊഹം വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആന്റി. ആന്റി, കൃത്യമായി വിവരങ്ങൾ എടുക്കണം. രജിസ്ട്രേഷന് വേണ്ടി മാഷ് എന്നായിരിക്കും പഞ്ചരത്നത്തിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് വരെ അറിയണം. അതെല്ലാം ക്ലിയർ ആണെങ്കിൽ അനന്തൻ മാഷ് അത്രയും പണവുമായി രജിസ്റ്റർ ഓഫീസിൽ എത്തില്ല. അതിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കും. ശരി ഹർഷേ, എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം. വിജയനെല്ലാം അറിയാൻ പറ്റും. എന്തായാലും ഞാൻ ഇപ്പൊ ഇറങ്ങാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ ഞാൻ നിന്നെ വിളിച്ചോളാം. ആ ഇന്ദ്രനും ആരോടെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. ആവശ്യം ഇതാണെന്ന് അവരറിയണ്ട. അല്ലാതെ തന്നെ ഇന്ദ്രൻ അറിയാവുന്ന കാര്യങ്ങൾ ആന്റി ചോർത്തിയെടുക്കണം. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം ഹർഷേ. നാളെ ആവുമ്പോഴേക്കും രജിസ്ട്രേഷന്റെ വിവരങ്ങൾ ഞാൻ ഹർഷയെ വിളിച്ച് പറഞ്ഞിരിക്കും. അതുപോലെ. ആ അത് മതി ആന്റി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരു ഭാഗത്തുനിന്ന് പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണല്ലോ സുശീലാന്റി. അങ്ങനെ ഇന്ദ്രന്റെ അനുപമയുടെയും കാര്യത്തില് ഒരു തീരുമാനമായി അല്ലേ? അനുപമ ഇന്ദ്രനെ വേണ്ടാന്ന് വെച്ചു. അവളുടെ അച്ഛന്റെ കയ്യിൽ അമ്മയുടെ പേരിൽ കിട്ടിയ സ്വത്തും പണമൊക്കെ ഉണ്ടല്ലോ. ഇന്ദ്രനെ ഉപേക്ഷിച്ചതിന് പകരമായി അനന്തം മാഷ് ആ വീട് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ആണോ? അത് ഒരു നല്ല തീരുമാനം തന്നെ. അനുപമേനെ ഉപേക്ഷിച്ചതിന് ആന്റി എന്ത് സമ്മാനാ കൊടുക്കാൻ പോകുന്നേ? ഈ കളിയില് ആന്റി ആണല്ലോ ജയിച്ചത്. അമ്മയുടെ മുഖത്തടിച്ചതിന്റെ പേരില് കാരണം പോലും ചോദിക്കാതെ ഭാര്യയെ ജീവിതത്തിൽ നിന്ന് അടിച്ചിറക്കിയ ഇന്ദ്രന് ആന്റി കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. ഇന്ദ്രൻ എന്റെ മകനാ. എന്റെ മുഖത്തടിച്ചവളെ അവൻ ശിക്ഷിച്ചതില് അതിലെന്തെത്ര തെറ്റ്? അതിന് അനുപമയെ അടിച്ചത് ആന്റിയെ അല്ലല്ലോ, മറ്റാരെയോ അടിച്ചപ്പോ ആന്റി മുഖം വെച്ച് കൊടുത്തതല്ലേ.
തള്ളെ, നാണമുണ്ടോ നിങ്ങൾക്ക് മരുമകളോടുള്ള പകയ്ക്ക് സ്വന്തം മകന്റെ ജീവിതം തകർക്കാൻ? കഷ്ടം. ഡാ അതേ, സൂക്ഷിച്ച് സംസാരിച്ചോണം. ദേ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ എടാപോടാന്ന് വിളിച്ചാലുണ്ടല്ലോ, ഇവിടെ നിന്ന് സൂക്ഷിച്ച് സംസാരിക്കേണ്ടത് നിങ്ങളാ. ഇല്ലെങ്കിൽ പിടിച്ച് വെളി തള്ളി ഞാൻ. ദേ രവേട്ട, നിങ്ങൾ ആരോടെ ഈ ഭ്രാന്ത് വിളിച്ച് പറയുന്നേ? എടി, ഇവരാരാടി നിന്റെ അമ്മായിയമ്മയൊന്നും അല്ലല്ലോ. 2 സ്ഥാനത്തിനും ദേ ഈ സ്ത്രീ യോഗ്യയല്ല. അതുപോലെ ഈ സ്ത്രീയെ ഇനി ഈ വീട്ടിൽ കയറ്റാൻ പാടില്ല. അല്ല, അത് പറയാൻ നിങ്ങൾ ആരാ? ഇതേ എന്റെ പേരിലുള്ള വീടാ. ഇവിടെ എനിക്കിഷ്ടമുള്ളവരൊക്കെ വരും, വേണമെങ്കിൽ അവരിവിടെ താമസിക്കുകയും ചെയ്യും. അതിനെയൊക്കെ എതിർത്താലേ നിങ്ങളായിരിക്കും ഈ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങേണ്ടി വരുന്നത്. ദേ, നിന്റെ വയറ്റിലൊരു ജീവൻ വളരുന്നോണ്ട് ഞാൻ രണ്ടിനെ ഈ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറക്കി വിടുന്നില്ല. എടി, വീടും കുടി ഇല്ലാതിരുന്ന നിനക്ക് എങ്ങനെയാടി ഈ വീട് സ്വന്തമായത്? ഞാനേ മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയതാ ഇതെല്ലാം. ഇതുപോലെ നേര് നെറിയില്ലാത്തവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒന്നിച്ചിട്ട് കത്തിച്ചു കളയും ഞാൻ. പറഞ്ഞത് കേട്ടല്ലോ നിങ്ങള്. ഇനി മേലിൽ നിങ്ങൾ എന്റെ ഈ വീട്ടിൽ വരാൻ പാടില്ല. വന്നാ ഇവളെയും കൂട്ടി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. എങ്കിലേ അതൊന്ന് കാണണമല്ലോ. ആന്റി, ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം ആന്റി ഇവിടെ വരണം. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ വരും വർഷേ. നീ നാട്ടിലില്ലാത്ത കാലത്തും ഇവൾക്ക് കാവല് നിന്നവളാ ഞാൻ. ഹർഷ വിളിച്ച ഏത് പാതിരാത്രിക്കും സുശീല ഓടി വരും. ഇവൻ എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. എടാ, ചെമ്മീൻ ചാടിയാലേ ഏതുവരെ പോവെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ ഇറങ്ങാം.